ഹലോ കൂട്ടുകാരെ, എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു ഓണവിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ തന്നെ അമ്മ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അച്ഛനുണ്ടായിരുന്നു കൂട്ടിന്. അച്ഛൻ മാത്രമല്ല, ചേച്ചിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ നീയോ ഒന്നും ചോദിക്കരുത്. ഞാൻ സദ്യയുടെ ഭാഗത്തേക്കൊന്നും കടന്നില്ലെങ്കിലും ക്ലീനിങ് പരിപാടികളിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്തു. അടിച്ചോര തുടയ്ക്കുക, അതുപോലെ ഉണ്ണികൾ 4 പേരുണ്ടല്ലോ ഇവിടെ, തങ്കക്കുടങ്ങൾ, അവരെ ഒരുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനായിരുന്നു. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി. ഉണ്ണിയപ്പം പിന്നെ നമ്മളിവിടെ ഉണ്ണിയപ്പം ലവർ ആയതുകൊണ്ട് എത്രയായാലും ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി. പിന്നെ എരിപുളി, ഇഞ്ചമ്പുളി, അച്ചാറൊക്കെ നമ്മൾ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം വേണോ നിങ്ങൾക്ക്? കാണുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഉണ്ണിയപ്പം? ഇത് അച്ചാർ കേട്ടോ. അച്ചാറും നമ്മൾ അച്ചാർ ലവേഴ്സാണ്. പിന്നെ 2 തരം പായസമാണ് ഉണ്ടാക്കിയത്. പാലട ഉണ്ടായിരുന്നു, പരിപ്പും ഉണ്ടായിരുന്നു കേട്ടോ. പായസം ലവേഴ്സാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പാലടയും പരിപ്പാണ്. അതാണ് കേട്ടോ പാലടയും പരിപ്പ് ഉണ്ടാക്കിയത്. പിന്നെ ഇഞ്ചപ്പൊടി, മാങ്ങാക്കറി, അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈനാപ്പിൾ കറി, അതൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ ആണ് അമ്മ ഉണ്ടാക്കിയത്. അവിയലുണ്ടാക്കി, കാളനുണ്ടാക്കി, കാബേജ് തോരൻ, അതുപോലെ മസാലക്കറി, പിന്നെ കായും പയറും, ഗ്രീൻ ബീൻസ് കറി, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അമ്മ. അങ്ങനെ എല്ലാം, ചോറ്, പപ്പടവും, കണ്ണിമാങ്ങ അച്ചാറും, അതുകൂടാതെ മറ്റേ നേരത്തെ കൊത്തച്ചാറ് പോലെയല്ലേ, അതൊക്കെ. അങ്ങനെ സാമ്പാറെല്ലാം റെഡി. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. അങ്ങനെ ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ വലിയേട്ടനും ഏട്ടനും ഉണ്ടായിരുന്നില്ല, കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നു. കാരണം ലീവ് ദിവസമല്ലല്ലോ, ഇന്ന് ഇവിടെ വർക്കിംഗ് ഡേയ്സ് ആണ് എല്ലാവർക്കും. അപ്പോൾ നമ്മളിവിടെ ഒമാനിലെ ഓണാഘോഷം ഇങ്ങനെയായിരുന്നു. അങ്ങനെ കുറച്ച് കുഞ്ഞേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നു, കുഞ്ഞേച്ചിയുടെ ഫ്രണ്ട്സ് വന്നു, അതുപോലെ അച്ഛൻ്റെ ഫ്രണ്ട് വന്നു. അങ്ങനെ നമ്മൾ ഒരു കൊച്ചു സെലിബ്രേഷൻ ഉണ്ടാ. നമ്മുടെ ഇവിടെ ചെറുതായിട്ട് നമ്മൾ ഒരുക്കിയൊരു പൂക്കളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ വീഡിയോസിൽ വരെ ഇഷ്ടമാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കാൻ കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ടേബിളിലാണല്ലോ ഇരുന്ന് കഴിക്കുന്നത്. പക്ഷെ നമ്മൾ നിലത്തന്നെ ഇരുന്നു. കാരണം നിലത്തിരുന്ന് കഴിക്കുമ്പോഴാണല്ലോ ആ ഒരു വൈബ് കിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. വയറൊക്കെ നിറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു കേട്ടോ നമ്മുടെ എല്ലാവരുടെയും. അങ്ങനെ പിന്നെ എല്ലാവരും ഓണസദ്യയൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്കൊക്കെ പോയി. പക്ഷേ ഈ പിള്ളേർ സെറ്റായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും. ഇവർ 4 പേരും നല്ല വികൃതിരാമന്മാരാണ്. അതുകൊണ്ട് അവരെ നോക്കാൻ തന്നെ ഒരാളിങ്ങനെ നിൽക്കണം. കണ്ണ് തെറ്റി അപ്പം അവരോടും. അപ്പോൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് കൊണ്ട് ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം അപ്പോഴേക്കും വൈകിട്ടായി, തിക്കും തിരക്കൊക്കെ കാരണം ലൈറ്റൊക്കെ പോയി. പിന്നെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള റോട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മൾ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ലഹളമയങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇരുട്ടായി. അപ്പോൾ ഫേസിലേക്കൊക്കെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ നാച്ചുറൽ കോലാണ് കാണുന്നത്. അപ്പോൾ കുഞ്ഞേച്ചിക്കും കുഞ്ഞേട്ടനും കുറച്ച് ഫോട്ടോസ് എടുക്കണം, റീൽസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കളിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. അപ്പം അത് എടുത്തു, ഞാനത് ഷൂട്ട് ചെയ്തു കേട്ടോ. ഇതിനിപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യും. നമുക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. അവർക്കും ഉണ്ടല്ലോ ആഗ്രഹങ്ങൾ. അപ്പോൾ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്തതാണ് അവർ കാണുന്നത്. പക്ഷെ ഞാൻ ആ ഫോട്ടോസിന് പകരം അത് വീഡിയോസായിട്ടൊക്കെ എടുത്തു. പിന്നെ ഇവിടേക്ക് നമ്മുടെ ഓണത്തിന് വന്നവർ കൊണ്ടുവന്നതാണ് കേട്ടോ, ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കിടന്നുറങ്ങാല്ലേ. ബായ്.